ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ. നമ്മൾ കുറേ മുന്നേ ബട്ടർഫ്ലൈയുടെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ ചെടിയിൽ നല്ല ഒരുപാട് പൂക്കൾ വന്നിട്ടുണ്ട്. പിന്നെ ചെടി നല്ല ബുഷിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു വിശേഷം ഒന്ന് എല്ലാവരും കാണിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ ചെറിയൊരു ചട്ടിയാണ്, തീരെ ചെറിയ ചട്ടിയാണ്. അപ്പോൾ അതിനകത്താണ് ഇത്രയും നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നത്. ഇനി ഇത് കൂടാതെ ഈ ചട്ടിയിൽ നിന്നും നമുക്ക് പുതിയ പുതിയ തൈകൾ വീണ്ടും വീണ്ടും ഈ ചെടിയിൽ നിന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഈ ചെടിയുടെ പൂക്കൾ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇതിനകത്ത് കാര്യമായിട്ടുള്ള വളപ്രയോഗമൊന്നും ചെയ്യാറില്ല. നമ്മുടെ കയ്യിൽ ഒരു ചെറിയ ചെടി ഉണ്ടെങ്കിൽ ഇതിനകത്ത് കണ്ടില്ലേ നിറയെ ബുഷിയായിട്ട് ഇതേപോലെ ഓരോ ഇലകൾ കൊഴിഞ്ഞു പോകുന്നതോടും അനുസരിച്ചിട്ട് പുതിയ പുതിയ ഇലകൾ വന്നു തുടങ്ങും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സന്ധ്യ ആകുമ്പോൾ, അതായത് സന്ധ്യ കഴിഞ്ഞ് ഒന്ന് ഇരുട്ട് വന്നു തുടങ്ങുമ്പോഴേക്കും ഈ ഇലകളൊക്കെ ഇങ്ങനെ ഉറങ്ങാൻ തുടങ്ങും. അങ്ങനെ അടഞ്ഞടഞ്ഞ് പോയിട്ട് ഇതിങ്ങനെ കൂമ്പി വന്ന് നിൽക്കും. പിന്നെ രാവിലെ നേരം വെളുത്തിട്ട് നമുക്ക് വെയിൽ വരുമ്പോൾ അതനുസരിച്ചിട്ട് ഈ ഇലകളെല്ലാം ഇതേപോലെ നിവർന്ന് വരും. കണ്ടില്ലേ, നല്ല വൈറ്റ് ആൻഡ് ലൈറ്റ് വയലറ്റ് കളറിലുള്ള ചെറിയ ചെറിയ പൂക്കൾ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാര്യമായ അസുഖങ്ങളൊന്നും വരാറില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ശ്രദ്ധിക്കാറേ ഇല്ല കേട്ടോ ഈ ചെടി. ഇതേപോലെ നിറയെ മൊട്ടുകളാണ് കേട്ടോ ഈ ചെടിയിൽ വരുന്നത്. നമ്മൾ യാതൊരു ശ്രദ്ധയും കൊടുക്കാതെ നമുക്ക് താനേ നല്ല രീതിയിൽ വളർന്നു വരും. പിന്നെ വെള്ളം കൊടുക്കാറുണ്ട്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് 2 നേരം വെള്ളം കൊടുക്കാറുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ അടിഭാഗം നോക്കി പുതിയ പുതിയ തൈകളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഇതിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ടത് പറഞ്ഞാൽ ഈ തണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ട് അതിനകത്ത് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. പിന്നെ കൂടാതെ ഇതിന് കിഴങ്ങാണ്. അപ്പോൾ ആ കിഴങ്ങ് വഴി ആണ് കേട്ടോ നമ്മുടെ ഇതിനകത്ത് പുതിയ പുതിയ ഈ ഇലകളൊക്കെ വരുന്നത്. ഇതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 1-2 വീഡിയോസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള 2 ചെടികളാണ്. അപ്പോൾ ഇതേപോലെ ഫുൾ പോട്ടായിട്ട് നമ്മൾ സെയിലിന് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.